അമരവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരാളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം എല്ലാ വരികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മളും നമ്മളെ വീടുമായിട്ടുള്ള ആ ബന്ധത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ല, കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയമാണ്. കാരണം നമ്മുടെ ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മളെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പോൾ ആ വീട് നമ്മളെ എത്രത്തോളം സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നോ അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ വീടിനോടുള്ള ബന്ധവും കടപ്പാടും ഹൃദയംഗമായിട്ടുള്ള അതിനോടുള്ള താതാത്മ്യവും നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ജനിച്ചത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ അത്രയും കാല ഗർഭപാത്രത്തിൽ നമ്മൾ 10 മാസത്തോളം നമ്മൾ സുരക്ഷിതമായിട്ട് നിന്നത് ആ ഈശ്വരന്റെ ഒരു കാരുണ്യത്തെ, ഈശ്വരന്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടൊരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിച്ചത്. അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണതിന് ശേഷം നമ്മൾ ജീവിക്കുന്നത് നമ്മളെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ഗർഭപാത്രം നമ്മളെ എത്രത്തോളം സംരക്ഷിച്ചോ അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വീട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീടുമായിട്ടുള്ള വലിയ ആ ബന്ധം, ആത്മബന്ധം, ഹൃദയബന്ധം, ആത്മീയ ബന്ധം, എല്ലാ തരത്തിലും വലിയൊരു ബന്ധമാണ്. ആ ഒരു വീട് നമ്മൾ ഈ ഗർഭപാത്രം നമുക്ക് സുരക്ഷിത നൽകിയത് ആ ഈശ്വരന്റെ കാരുണ്യത്താൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുക, നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് അവിടെ നമ്മുടെ ഗുണവും ദോഷവും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് വലിയ അനുഭവങ്ങൾ നമുക്ക് കൊണ്ടുതരും. നമുക്ക് എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി വേണ്ടത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് നമുക്ക് പോസിറ്റീവ് എനർജി വേണ്ടത്. നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്, നമ്മൾ ജോലിക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആരംഭം കുറിക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നത് നമ്മുടെ ഈ വീട്ടിലേക്കാണ്. അപ്പൊ ആ വീട് എത്രത്തോളം പോസിറ്റീവായിട്ട് എനർജി നിലനിൽക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് വീടിന് വലിയ പ്രാധാന്യം ആരും കൊടുത്ത് കാണുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാവരും ഇന്ന് നമ്മുടെ ശരീരം, ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. പക്ഷെ നമ്മൾ താമസിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് എനർജി തരുന്ന ഈ വീടിനെ കുറിച്ച് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ആ വീട്ടിലേക്ക് നമ്മളെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ എത്രത്തോളം എനർജി ഉണ്ടോ അത്രത്തോളം സമൃദ്ധിയാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് നമ്മൾ വീണ്ടും ഊന്നി പറയട്ടെ. അപ്പൊ നമ്മളെ വീടാണ് ഏറ്റവും അധികം പോസിറ്റീവ് എനർജിയിൽ എപ്പോഴും സദാസമയം നിലനിർത്തേണ്ടത്. അപ്പൊ ആ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോ ഒരാൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇത് ഓരോരുത്തരുടെയും ജീവിതമാണ്. കാരണം നമുക്കറിയാം, ചരിത്രത്തിലായാലും ഇന്നായാലും എന്നായാലും ഓരോ മഹാന്മാരും ഉണ്ടായിട്ടുള്ളത് ഒരു വീട്ടിൽ നിന്നാണ്, ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അവരുടെ ആ വീട്ടിൽ നിന്നാണ് അവര് ജീവിച്ച് വളർന്ന് ഈ ലോകം അവരെ അറിഞ്ഞത്. അപ്പൊ ആ വീട് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണോ നമ്മളെ വീട് അതുപോലെ ആയിരിക്കും നമ്മളെ ജീവിതം എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം ഇത് പക്ഷേ ഒരാളും പെട്ടെന്ന് തിരിച്ചറിയാത്തൊരു മേഖലയാണ്. കാരണം നമ്മൾ ഈ വീട്ടിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നതും വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരുങ്ങുന്നതും കുളിക്കുന്നതും പഠിക്കുന്നതും
അതുപോലെ പലതരം കാര്യങ്ങൾ ചിന്തിക്കുന്നതും എല്ലാം നമ്മളെ ഈ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ വീടിന്റെ ഗുണം എത്രത്തോളം ഉണ്ടോ ആ ഗുണമാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയാൽ നമ്മളെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ആധാരം, പോസിറ്റീവ് എനർജിയുടെ ആധാരം, സമൃദ്ധിയുടെ ആധാരം ഈ വീടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരിക. അപ്പൊ അങ്ങനെയുള്ള ആ വീട്, അങ്ങനെയുള്ള അറ്റ് മൈ ഹോം, നമ്മുടെ വീട് ഏത് രീതിയിലാണ് നമ്മൾ സംരക്ഷിക്കേണ്ടതെന്ന് വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത്. അത് നിത്യേന നമ്മൾ അനുഷ്ഠിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വീട് പോസിറ്റീവായിട്ട് നിലനിൽക്കും. നമ്മുടെ ജീവിതം മുഴുവൻ പോസിറ്റീവ് എനർജി എല്ലാ മേഖലകളിലും നമുക്ക് വിജയം കൊയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിൽ വളർന്നു വരും മക്കളായാലും വിദ്യാർത്ഥികളായാലും എല്ലാവരും നമ്മളെ ഈ വീട്ടിൽ നിന്നാണ്. അപ്പൊ വീട് രോഗിയായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ താമസിക്കുന്ന രോഗിയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ ദേഹം രോഗിയായാൽ നമ്മളെ ദേഹി എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക പ്രയാസങ്ങളും എല്ലാ പ്രയാസങ്ങളും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ വീട് രോഗിയായി കഴിഞ്ഞാൽ, വീടിന് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ താമസിക്കുന്ന നമുക്ക് ശ്വാസം മുട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് എല്ലാവരും നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ വീട്, നമ്മൾ പോസിറ്റീവായിട്ട് എനർജി നിലനിൽക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും മാറാല കെട്ടിക്കിടക്കരുത്. നിരന്തരം നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാരണം, മലിനജലം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, മലിനജലം കെട്ടിക്കിടക്കില്ല. അപ്പൊ ഈ മാറാലയും മലിനജലവും നിത്യവും നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ നമ്മൾ നിത്യേന നമ്മളെ വീട് ക്ലീൻ ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്, തുടയ്ക്കാറുണ്ട്. ഈ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊണ്ട് നമ്മളെ വീടുകളൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് എനർജി നമ്മളിലുണ്ടാവും. നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും കല്ലുപ്പ് ഉണ്ടാവുക എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇന്ന് ആരും ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മുമ്പുള്ളവരൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ കൈ, കാല്, മുഖം തീർച്ചയായിട്ടും പുറത്തു നിന്ന് കഴുകിയിട്ട് നമ്മളെ വീട്ടിനുള്ളിൽ പ്രവേശിക്കാവും. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള മലിനമായിട്ടുള്ള രോഗാണുക്കൾ, അതുപോലെ മറ്റുള്ളവരിലുള്ള സാമീപ്യം, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, അഴുക്കുകൾ, ഇതൊക്കെ ആയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരിക. അപ്പൊ തീർച്ചയായിട്ടും പുറത്തുള്ള എല്ലാ അഴുക്കുകളും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ട് നമ്മൾ നിശേഷം കളയുന്നൊരു സാഹചര്യമാണ് എന്നുള്ളത്. അപ്പൊ ചെറുപ്പം മുതലേ മക്കളെ കൊണ്ട് അത് ശീലിപ്പിക്കണം. ഇന്ന് പൈപ്പ്, ഇതുപോലെ വെള്ളം ഉപയോഗിക്കാനുള്ള പല സാഹചര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അത് കൈകാല്, മുഖം കഴുകി വേണം നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ കിടക്കുന്ന കിടക്ക, ഇരിക്കുന്ന പിന്നെ നമ്മളെ കസേരകള്, അതുപോലെ അടുക്കള, എല്ലായിടത്തും നമ്മൾ പെരുമാറുന്നതാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു അഴുക്കുകളും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്ക് കയറാതെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതിന് ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വളർത്തിയെടുക്കുക, ഈ ഒരു ശീലം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഒരു നിലവിളക്ക് നല്ലൊരു സ്ഥലത്ത് കത്തിച്ചു വെക്കുക എന്നുള്ളത്. രാവിലെയും വൈകുന്നേരവും ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും അത് കത്തിച്ചു വെക്കുക എന്നുള്ളതാണ്, ആ പ്രഭാതത്തിലും സന്ധ്യയിലും. അപ്പൊ ആ നിലവിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും എന്തെങ്കിലും ഒഴിച്ച് കത്തിക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് നല്ല എള്ളെണ്ണ കിട്ടുകയാണെങ്കിൽ ഒഴിച്ച് കത്തിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്കിന്ന് നമ്മുടെ നിലവിളക്ക് കത്തിക്കാം. അതുപോലെ തന്നെ ഈ എള്ളെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ, ഇതിലേതെങ്കിലും ഒന്ന് നിത്യേന നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേക ചില ദിവസങ്ങൾ, അതുപോലെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു നെയ്വിളക്ക് നമ്മളെ വീട്ടിൽ കത്തിച്ചാൽ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും വലിയ ചില അത്ഭുതങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം നമ്മളെ വീട്ടിൽ സൃഷ്ടിക്കപ്പെടും. അപ്പൊ ഈ ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സങ്കല്പത്തോടു കൂടി വേണം നമ്മൾ ആ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു നിലവിളക്ക് കത്തിക്കുകയാണ്, എന്താണ് അതിന്റെ ഉദ്ദേശശുദ്ധി? നമ്മളെ കുലദേവത, നമ്മളെ കുലത്തെയും നമ്മളെ കുടുംബത്തെയും നമ്മളെയും സദാസമയം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുലദേവത എന്നുള്ളൊരു സങ്കല്പത്തിൽ വേണം ആ നിലവിളക്ക് കത്തിക്കാൻ. ആ ഒരു നിലവിളക്കിനെ ഒരു ദേവതയായി കണ്ട് ആ ദേവതയെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ വലിയ പോസിറ്റീവ് എനർജി, കാലങ്ങളോളം നിലനിൽക്കാനുള്ള വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ ഒരു കുലദേവത
ഒരു സംവിധാനം കൂടെ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ എല്ലാവരും ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ വീട്ടിൽ ഒരിക്കലും അസഭ്യമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ പ്രവർത്തികളോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുക എന്നുള്ളത്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അസഭ്യ വാക്കുകൾ, കലഹങ്ങൾ, ആവശ്യമില്ലാത്ത പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വീട്ടിലെങ്കിലും നമ്മൾ പോസിറ്റീവ് ചിന്ത വളർത്തിയെടുക്കുക, അതായത് ശുഭചിന്ത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം എല്ലാവരിലും വീട്ടിൽ ശുഭചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് നാൾക്ക് നാൾ വളരും. നാൾക്ക് നാൾ വളരുമെന്ന് മാത്രമല്ല, അവിടെ ജീവിക്കുന്നവർ ഏത് മേഖലയിൽ പോയാലും അവർക്ക് പേരും പ്രശസ്തിയും അതുപോലെ എല്ലാവിധ ഗുണങ്ങളും അതുപോലെ എല്ലാ ഐശ്വര്യവും സമ്പത്തും ജോലിയും സ്ഥാനമാനങ്ങളും എല്ലാം അവർക്ക് കിട്ടുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. അതിന് നമ്മളും നമ്മളെ വീടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടല്ല, ഒന്നാണ്. ഈ ശരീരവും ഈ വീടും ഒന്നാണ്. ഈ ഒരുപാട് ശരീരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ് വീട് എന്ന് പറയുന്നത്. ആ വീട് ഏറ്റവും പോസിറ്റീവായിട്ട് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ പെട്ടെന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വാസ്തുശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീട് പണിയുക എന്നുള്ളത്. അപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലെ വായു, വെളിച്ചം, അതുപോലെ സ്പേസ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യമാണ്. അല്ലാതെ വലിയൊരു വിഷയമല്ല. കാരണം നമ്മളെ പുറത്തുനിന്നും പ്രകൃതിയിൽ നിന്നും വരുന്ന വെളിച്ചം, വായു, ഇതുപോലെ നമ്മളെല്ലാ റൂമുകളിലേക്കും പ്രവേശിക്കാനും അത് തിരിച്ചു വരാനും ഒക്കെയുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന രീതിയിലായിട്ടുള്ള നമ്മളെ വീട് നിർമ്മാണവും ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു അപ്തവാക്യം ഞാൻ പറയട്ടെ, ഇതാണ്: സമൃദ്ധി, അത് എനർജിയിൽ നിന്ന് സമൃദ്ധി ഉണ്ടാവുന്നില്ല. അപ്പം നമ്മളെ വീട് എനർജിയുള്ള വീടാണ്, എനർജിയുടെ കേന്ദ്രമായിരിക്കണം, നമ്മളൊരു പവർ ഹൗസ് ആയിരിക്കണം. അപ്പം നമുക്ക് സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു വാക്യം. ആ ഒരു വാക്യത്തോടു കൂടി നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. കാരണം ഇതാണ്, നമുക്ക് നല്ല കാലമാണെങ്കിലും നമ്മുടെ വീട് പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ആ നല്ല കാലം ഉപയോഗപ്പെടാതെ പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല കാലം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും നല്ല കാലം അല്ലെങ്കിൽ ദശാകാലം അത്തരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ വന്ന് നല്ല കാലമല്ലെങ്കിലും വീട് എനർജറ്റിക് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കവർ ചെയ്ത് നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു ശക്തി ആ വീടിന് ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പം അത്രയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഗർഭപാത്രത്തിൽ നമ്മൾ എത്രത്തോളം കാല സംരക്ഷണത്തോടു കൂടിയിരുന്നു എനർജറ്റിക് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു, അതുപോലെ തന്നെ ഏറ്റവും സംരക്ഷണത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് നമ്മളെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് എല്ലാ കാലത്തും ഇതാണ് നമ്മളെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ വീട്ടിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.